എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും തടസ്സങ്ങൾ ഒരു പ്രശ്നം പോലെ ഉണ്ടാകും അല്ലേ? ഇവിടെ പോയാലും തടസ്സം. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് വാഹനം കൊണ്ട് റോഡിലോട്ട് പോയാലും നമ്മൾ പെട്ടെന്ന് ചെല്ലണമെന്നൊക്കെ പറയും, പക്ഷേ വഴിക്കിടയിൽ തടസ്സങ്ങൾ വരിക, ഇല്ലെങ്കിൽ വലുതായിട്ടുള്ള കാര്യവിഘ്നങ്ങൾ, നമ്മൾ പോകാറാകുമ്പോഴത്തേക്ക് മനസ്സ് മടുപ്പിക്കും. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് യക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമാണ് യക്ഷിയമ്മ. ഈ യക്ഷിയമ്മയ്ക്ക് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു അത്ഭുത ശക്തിയുണ്ട്. ശത്രു സംഹാരത്തിന് മാത്രമല്ല, യക്ഷി ഉപാസന കൊണ്ട് നമുക്ക് വശ്യങ്ങളും നേരിടും. അതായത് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇണങ്ങി വരാനും, നമ്മളുടെ എത്ര ആൾക്കാർ വിരോധിയായിരുന്ന ആൾക്കാർ പോലും നമ്മളെ സ്നേഹിക്കാനും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും യക്ഷിയമ്മയ്ക്ക് യക്ഷി പൂജ, കൺമശി, കരിമണിമാല, ഈ പറയുന്ന കരിവള സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒരു റിസൾട്ട് ഉണ്ടാകും, നല്ല മാറ്റം ഉണ്ടാകും. അത് നമുക്കൊന്ന് അനുഭവിച്ച് തന്നെ അറിയാം. ക്ഷേത്രങ്ങളിൽ ഏറ്റുമാനൊരു യക്ഷിയുണ്ട്. മഹാദേവൻ്റെ നേരെ തന്നെ കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. മഹാദേവൻ പടിഞ്ഞാട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയെ പനച്ചിക്കാട് യക്ഷിയമ്മയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രം ആറുമുളയിൽ യക്ഷി ഇരിപ്പുണ്ട്. ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളിൽ യക്ഷി ഇരിപ്പുണ്ട്. ഈ യക്ഷിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ അവിടെ ഉപദേവത പ്രതിഷ്ഠയായിരിക്കും. കൂടുതൽ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന യക്ഷി ക്ഷേത്രങ്ങളിൽ, ഇല്ലെങ്കിൽ പറയുന്നത് ഉപദേവതയായിട്ട് ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എനർജിക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. കാരണം അവിടെ ഒന്നും കൂടെ രൗദ്ര രീതിയിലുള്ള പൂജാതി കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. അപ്പം കിഴക്കോട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ശാന്തഭാവമായ ഒരു പൂജാതി കാര്യങ്ങളായിരിക്കും. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് പടിഞ്ഞാട്ടും വടക്കോട്ടും ഇരിക്കുന്ന മൂർത്തികൾക്ക് ഭയങ്കര അത്ഭുതകരമായ ശക്തിയുണ്ട്. കാരണം അത് സയൻസ്പരമായിട്ട് ഒത്തിരി എനർജിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ യക്ഷിയമ്മയ്ക്ക് ഈ പറയുന്ന യക്ഷി പൂജയുണ്ടാകും, വറപൊടി നിവേദ്യം ഉണ്ടാകും. പല ക്ഷേത്രത്തിലെ പല ആചാര രീതിയിലുള്ള വഴിപാടുകളാണ്. അപ്പോൾ യക്ഷിയമ്മയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജോലിക്കുള്ള തടസ്സങ്ങൾ, വഴിമധ്യയുള്ള തടസ്സങ്ങൾ, നമ്മളോട് ആൾക്കാർ അട്രാക്ഷൻ ആകും. അതായത് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് നിൽക്കുന്ന ബ്രോക്കർ സേവനങ്ങളിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കൊക്കെ ആയിരിക്കും യക്ഷിയെ കൊണ്ട് കൂടുതലായിട്ട് ഗുണങ്ങൾ കിട്ടുക. അതായത് അവർക്ക് വശ്യത, ഒരു പൊളിറ്റിക്സിൽ നടക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ടും ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമല്ലോ. അപ്പോൾ അതേ രീതിയിലുള്ള വശ്യങ്ങളും കാര്യങ്ങളാണ് യക്ഷിയമ്മയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് യക്ഷി ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴുക, കരിമണി മാലയോ ഈ പറയുന്ന കൺമഷിയോ വള. അപ്പോൾ വള വെക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ 6 വളയോ ഒറ്റ സംഖ്യയുടെ കൺമഷി വെക്കുമ്പോൾ കവറോടുകൂടി വെക്കരുത്. ആ കൺമഷി പൊട്ടിച്ചിട്ട് അത് തുറന്ന് വേണം വെക്കാൻ. അത് ദേവി എടുത്ത് കണ്ണിൽ പുരട്ടുന്ന നമുക്ക് സങ്കല്പത്തിൽ വേണം വെക്കാൻ. ചിലവർ കൂടോടുകൂടി കൊണ്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ യക്ഷിയമ്മയ്ക്ക് നമ്മുടെ രീതിയിലുള്ള പൂജാതി കാര്യങ്ങൾ, ഒരു ദിവസത്തെ പൂജയോ ഒരു നേരത്തെ പൂജയോ നേദ്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ ഉടനടി അറിയാൻ പറ്റും. അതാണ് യക്ഷിയുടെ ആയിട്ടുള്ള ഒരു പെട്ടെന്നൊരു പ്രവർത്തനം. ഭക്തജനങ്ങൾ ഈ യക്ഷിയുടെ ഉള്ള വിശ്വാസവും, യക്ഷീനെ കേൾക്കുമ്പോഴത്തേക്ക് തെറ്റിദ്ധരക്കും കാര്യങ്ങളൊക്കെ വേണ്ട. സിനിമയിൽ കാണുന്ന യക്ഷിയല്ല, അത് ഈ ഡയറക്ടർമാർ ഈ വെള്ള സാരി കൊടുത്തൊക്കെ ഇതായിട്ട് നിൽക്കുന്നത്. ഭദ്രകാളി സങ്കല്പമുള്ള യക്ഷിയാണ്. ക്ഷേത്രങ്ങളിൽ ഉണ്ടാവും യക്ഷിയമ്മ. മുൻജന്മ ദുരിതങ്ങളും നമ്മുടെ ഇപ്പോഴുള്ള പാവങ്ങളും ദോഷങ്ങളൊക്കെ തിരിക്കാൻ വേണ്ടി യക്ഷിയമ്മയ്ക്ക് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഇത് ചെയ്യുമ്പം അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് നല്ല പോലെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ. മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. നമസ്കാരം.